പൈത്തൺ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ലിസ്റ്റും അതിൻ്റെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന റാൻഡം മൊഡ്യൂളിനെ പറ്റിയാണ്. പൈത്തണിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് റാൻഡം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മൊഡ്യൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് വരുന്ന കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. സോ എന്താണ് റാൻഡം, എന്താണ് അതിൻ്റെ മൊഡ്യൂൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു വീഡിയോ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ പേര് പോലെ തന്നെ റാൻഡം, അതായത് നമുക്ക് രണ്ട് വാല്യൂസിനെ ഇപ്പോൾ ഇൻറ്റീജറോ ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂസിനെ അല്ലെങ്കിൽ ട്രൂ ബൂളിയം ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് റാൻഡമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമുകളെല്ലാം നമ്മൾ ഫംഗ്ഷൻസ് കോൾ ചെയ്തിട്ടാണ് ഡയറക്റ്റ്ലി നമ്മൾ ഫംഗ്ഷൻസിനെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിവിടെ റാൻഡം മൊഡ്യൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അതിൻ്റെ മൊഡ്യൂൾസിനെ ഫസ്റ്റ് കോൾ ചെയ്യണം, എങ്കിലാണ് റാൻഡം അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് ആവത്തുള്ളൂ. സോ മൊഡ്യൂളിനെ കോൾ ചെയ്തിട്ട് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ റാൻഡം എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ്, ഇപ്പോൾ 0യോ 1ഓ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂസ് കിട്ടുക. ഇപ്പോൾ നമ്മൾ സ്നേക്ക് ലാഡേഴ്സ് പോലുള്ള ഗെയിം കളിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഉരുട്ടി നോക്കുന്നുണ്ട്. സോ നേരം ഓരോരുത്തർക്കും റാൻഡ് ആയിട്ടുള്ള പല പല വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് 1 കിട്ടും, ചിലപ്പോൾ അടുത്ത തവണ 2 കിട്ടും, ചിലപ്പോൾ 3 കിട്ടും, ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടി 3 കിട്ടും. അങ്ങനെ റാൻഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് റാൻഡം, ഇപ്പോൾ 0 മുതൽ 6 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കണം. ഇപ്പോൾ സ്നേക്ക് ലാഡറിൻ്റെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂസർ ആ ഒരു ഡൈ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ റാൻഡായിട്ട് ഒരു വാല്യൂസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 6 കിട്ടും, ചിലപ്പോൾ 5 കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ തവണ ഞെക്കുമ്പോൾ ഓരോ റാൻഡായിട്ടുള്ള ഓരോ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാൻഡം മൊഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാൻഡം അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ പൈത്തണിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇൻറ്റീജർ അല്ലെങ്കിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ കൊടുത്ത പോലെ തന്നെ കുറേ ഫംഗ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ റാൻഡം മൊഡ്യൂളിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സീഡ് ആണെങ്കിൽ സീഡ് ഫംഗ്ഷൻസ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇനിഷ്യലൈസ് ചെയ്യും രണ്ട് നമ്പേഴ്സിന്, അല്ലെങ്കിൽ ഒരു നമ്പർ അത് തന്നെ റാൻഡായിട്ടുള്ള ഒരു നമ്പർ അത് തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ ഇതുപോലെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. റാൻഡം ഇൻറ്റ്, റാൻഡം റേഞ്ച്, റാൻഡം സെറ്റ് സ്റ്റേറ്റ്, ഗെറ്റ് സ്റ്റേറ്റ്, അങ്ങനെ സാമ്പിൾസ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇത്രയും ഫംഗ്ഷൻസ് നമുക്ക് പല രീതിയിലും പല നമ്മുടെ പ്രോഗ്രാം റിലേറ്റഡ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലും നമുക്കിതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഫംഗ്ഷൻസുകൾ ഓരോന്നും നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസും മോസ്റ്റ് പോപ്പുലർ യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഓരോ ഫംഗ്ഷൻസും എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി നോക്കാം. സോ നമുക്ക് ഇനീഷ്യലി നമുക്ക് ആ ഒരു മൊഡ്യൂളിനെ കോൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പൈത്തണിൽ നമ്മൾ ആ മൊഡ്യൂളിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം, പൈത്തൺ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ അതിന് ഇമ്പോർട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇമ്പോർട്ട് ഇനീഷ്യലി, അതായത് കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കണം. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റാൻഡം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ആ മൊഡ്യൂൾസിനെ ആഡ് ചെയ്യണം. റാൻഡം എന്ന് പറയുന്ന ആ മൊഡ്യൂളിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം എല്ലാ സ്ക്രിപ്റ്റും തുടങ്ങുന്നതിന് മുമ്പായിട്ട്. ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ റാൻഡം നമ്മൾ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യണം. സോ നമ്മൾ റാൻഡം ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. സോ ഇവിടെ റാൻഡം ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഫ്ലോട്ടഡ് ആയിട്ട് ഇപ്പോൾ 0 മുതൽ 1ന് താഴെയുള്ള ലെസ് ദാൻ 1ന് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. 1 വരത്തില്ല ഔട്ട്പുട്ട്. ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 0.11 അല്ലെങ്കിൽ 0.23, 0.99, ഈ 0.99 വരെയുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് 0 മുതൽ 1 വരെ കിട്ടത്തില്ല, 0.0 മുതൽ 99 വരെയുള്ള വാല്യൂസ്, അത് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഇൻറ്റീജർ ആയിട്ടുള്ളതായിരിക്കത്തില്ല. സോ ആ രീതിയിലാണ് റാൻഡം ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻറ്റീജർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, റാൻഡം റേഞ്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ റേഞ്ചിന് ഇടയിൽ നിൽക്കുന്നത്. ഇപ്പോൾ റാൻഡം റേഞ്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ 1 ഇൻക്ലൂഡ് ചെയ്യത്തില്ല, 1ന് താഴെയുള്ള വാല്യൂസ്. ഇപ്പോൾ 0 മുതൽ 6 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ 0 ഇൻക്ലൂഡഡ് ആയിരിക്കും, പക്ഷേ 6 ഇൻക്ലൂഡഡ് അല്ല. 0 മുതൽ 1, 2, 3, 4, 5 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കേസിനകത്താണ് നമ്മൾ റാൻഡം റേഞ്ച് യൂസ് ചെയ്യുന്നത്. റാൻഡം ഇൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻറ്റീജർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന കേസാണ്. അവിടെ നമുക്ക് 0 മുതൽ 1 കൊടുക്കുകയാണെങ്കിൽ 0യും 1ഉം ഇൻക്ലൂഡ് ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് 0 കിട്ടും, അവിടെ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആണ്.
റാൻഡ് ഇൻറ്റ് എന്നാണ് ഫംഗ്ഷൻ വരുന്നത്. ഇപ്പോൾ 0യും 1നും ഇടയിലുള്ള വാല്യൂസാണ് റാൻഡമൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ 1 ആയിരിക്കും കിട്ടുന്നത്. അടുത്ത തവണ ചിലപ്പോൾ 0 കിട്ടും, അടുത്ത തവണ ചിലപ്പോൾ വീണ്ടും 0 കിട്ടും, അടുത്ത തവണ ചിലപ്പോൾ 1 കിട്ടും, വീണ്ടും ചിലപ്പോൾ 1 കിട്ടും. അപ്പോൾ 0യും 1ഉം അവിടെ ഇൻക്ലൂഡഡ് ആണ്. സോ യൂണിഫോം കേസിനകത്ത് നമുക്ക് യൂണിഫോം ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ റേഞ്ച് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം യൂസ് ചെയ്യുന്നത്. ചോയ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്റോ ടപ്പിൾസ് പോലെ. ടപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടില്ല, അടുത്ത സെക്ഷനിൽ നമ്മൾ ടപ്പിൾസ് പറയുന്നുണ്ടാവും. സോ നമ്മൾ ലിസ്റ്റിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂസ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലിസ്റ്റ് വാല്യൂസ് ഉണ്ടാവും. 1, 2, 3, 4, 5 അങ്ങനെ ഒരുപാട് വാല്യൂസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിനകത്തുനിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചോയ്സ് റാൻഡം ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചോയ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും ഇൻഡെക്സ് വാല്യൂസ് വേണം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂസ് നമ്പർ അനുസരിച്ച് നമുക്ക് ചോയ്സ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഷഫിൾ നമുക്ക് ഇതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഷഫിൾ ചെയ്തിട്ടുള്ള ഒരു വാല്യൂസിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷഫിളും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കലും ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി നമുക്കൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ സ്ക്രിപ്റ്റ് ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെയിം കൊടുക്കുമ്പോൾ random.py എന്നുള്ള രീതിയിൽ നെയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് ചിലപ്പോൾ വർക്കായെന്ന് വരത്തില്ല. അവിടെ നമ്മുടെ മൊഡ്യൂൾസ് ചിലപ്പോൾ കറക്റ്റായിട്ട് ഇമ്പോർട്ട് ആവത്തില്ല സെയിം നെയിം തന്നെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നെയിം മാറ്റി കൊടുക്കുക, റാൻഡം എന്നുള്ള നെയിം ഇല്ലാത്ത എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് കൺഫ്യൂസ് ആവും ഏതാണ് മൊഡ്യൂൾ ഏതാണ് കോൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിവിടെ നമ്പർ ചെക്ക് റാൻഡം എന്ന് നെയിം കൊടുത്തു. സോ ആ നെയിമിനകത്താണ് ഞാനിവിടെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യുമ്പോൾ മൊഡ്യൂൾസ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു എറർ നോക്കുക. നിങ്ങളുടെ മൊഡ്യൂൾസ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പൈത്തൺ ഫയൽ കറക്റ്റായിട്ടാണോ ക്രിയേറ്റ് ചെയ്തിരിക്കണേ നോക്കുക. സോ നമുക്കിനി ഇനീഷ്യലി നമുക്ക് മൊഡ്യൂൾസിനെ കോൾ ചെയ്യണം. സോ ഞാനിവിടെ ഇമ്പോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഇമ്പോർട്ട് എടുക്കുകയാണ്. സോ ഇമ്പോർട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ ആ മൊഡ്യൂളിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കുക. ഇവിടെ റാൻഡം എന്നാണ് മൊഡ്യൂളിൻ്റെ നെയിം വരുന്നത്. സോ ഇനി നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് കോൾ ചെയ്യണം. സോ ഒന്നെങ്കിൽ റാൻ ഇൻഡ് എന്നുള്ള നെയിം ആണെങ്കിൽ റാൻഡ് ഇൻഡിൻ്റെ നെയിം ആണെങ്കിൽ അതിനകത്ത് എററാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആ മൊഡ്യൂൾസിനെ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ മൊഡ്യൂളിൻ്റെ നെയിം ഫസ്റ്റ് ആദ്യം കൊടുക്കണം. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ മൊഡ്യൂളിൻ്റെ നെയിം കൊടുക്കണം. ഞാനിവിടെ റാൻഡം എന്നുള്ള മൊഡ്യൂൾ നെയിമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റാൻഡം ആണ് എൻ്റെ നെയിം എന്ന് പറയുന്നത്. സോ റാൻഡം ഡോട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറേ ഫംഗ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. റാൻഡം ഫംഗ്ഷൻ കാണാൻ പറ്റും, റാൻഡം സീഡ് ഫംഗ്ഷൻ കാണാൻ പറ്റും, ചോയ്സ് കാണാൻ പറ്റും, ചോയ്സസ് കാണാൻ പറ്റും, ഗെസ്സസ് കാണാൻ പറ്റും, അതുപോലെ കുറേ ഫംഗ്ഷൻസ് കാണാൻ പറ്റും, ഷഫിൾ കാണാൻ പറ്റും, യൂണിഫോം കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ നമുക്ക് ഇനീഷ്യലി റാൻഡ് ഇൻഡ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. സോ റാൻഡ് ഇൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 0,1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുക. പക്ഷേ ഇത് ഡയറക്റ്റ്ലി നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഒന്നെങ്കിൽ നമുക്ക് ഇത് പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുക, അതായത് ഇത് മൊത്തത്തിൽ ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് ആ റാൻഡം ആയിട്ടുള്ള കിട്ടുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ പ്രിൻറ്റ് ഫംഗ്ഷനിൽ ആ ഒരു എയുടെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. സോ നമുക്കത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഒന്നും കൂടി റൺ ചെയ്യാം. സോ അടുത്ത തവണ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0 മൾട്ടിപ്പിൾ ടൈം ഒരു വാല്യൂ തന്നെ മൾട്ടിപ്പിൾ ടൈം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ തവണ 0 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ തവണ വന്നിരിക്കുന്നത് 1 വന്നിട്ടുണ്ട് ഔട്ട്പുട്ട്. സോ നമ്മൾ റാൻഡ് ഇൻഡിനകത്ത് നമ്മൾ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. 0 മുതൽ 0, 1 പോലെയുള്ള ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 0, 1 റേഞ്ച് കൊടുത്തുകൊണ്ടാണ് 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് കിട്ടുന്നത്. ഞാനിവിടെ 10 കൊടുക്കുകയാണെങ്കിൽ 0ക്കും 10ഉം ഇൻക്ലൂഡഡ് ആണ്. ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ 5 കിട്ടും, ചിലപ്പോൾ 10ഉം കിട്ടും. അപ്പോൾ 0യും 10ഉം നമ്മൾ മാക്സിമം കൊടുക്കുന്ന വാല്യൂ എന്നാണ് അതും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ ഒന്നും കൂടി റൺ ചെയ്യാം. ഈ തവണ 4 ആണ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത തവണ 9 ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത തവണ 5 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റാൻഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത എ വേരിയബിളിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത ആ മൊഡ്യൂളിൻ്റെ നെയിം കൊടുക്കുക, റാൻഡം ഡോട്ട്. നമുക്ക് അടുത്ത് വേണ്ട റാൻഡ് റേഞ്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ തന്നെ 0 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 1 വരെയുള്ള വാല്യൂസ് ഇനീഷ്യലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ തവണ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അത് ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസാണ്. ഈ തവണ 0 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ റേഞ്ചിനകത്ത് നമുക്ക് ലാസ്റ്റ് കൊടുക്കുന്ന വാല്യൂ എന്താണോ അതിനേക്കാൾ താഴെയുള്ള വാല്യൂസാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ 0 ആണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം 1ന് താഴെ 0 മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തവണ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത തവണ 1 കിട്ടിയിട്ടുണ്ട്. സോ 2 ഒരിക്കലും കിട്ടത്തില്ല. 2ന് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തവണ 1 കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ 2 കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 0 കിട്ടും അല്ലെങ്കിൽ 1 കിട്ടും. 2 കിട്ടത്തില്ല, 2ന് താഴെയുള്ള വാല്യൂട്ടേക്കും കിട്ടുന്നത്. ഇവിടെ 10 കൊടുക്കുകയാണെങ്കിൽ 10 കിട്ടത്തില്ല, 0യ്ക്കും 10നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. 10 കിട്ടത്തില്ല, 0യ്ക്കും 10നും ഇടയിൽ, അതായത് 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് ഇൻറ്റീജറായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിനകത്താണ് നമ്മൾ റാൻഡം റേഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് A ആ മുടി കൊണ്ട് നെയിം കൂൾ ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെയിം നമ്മൾ കൂൾ ചെയ്യണം. റാൻഡം റേഞ്ച് അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് റാൻഡം ചെക്ക് ചെയ്യാം. റാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ നമ്മൾ റാൻഡം മൊഡ്യൂൾ നെയിമും ഫംഗ്ഷൻ നെയിമും സെയിം ആണ്. ഇവിടെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അത് ഫ്ലോട്ടഡ് ആയിട്ടുള്ള ടൈപ്പ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടത്തില്ല, 1ന് താഴെയുള്ള, അതായത് 0യ്ക്കും 1നും താഴെയുള്ള 0.9999 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്തവണ 0.35 ആണ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത തവണ 0.85 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 0യ്ക്കും 1നും ഇടയിലുള്ള ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് റാൻഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റാൻഡം ഡോട്ട് റാൻഡം യൂസ് ചെയ്യാം. സോ നമുക്കിനി അടുത്തൊന്ന് ചെക്ക് ചെയ്യാം. A റാൻഡം. സോ നമുക്ക് യൂണിഫോം ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വാല്യൂസ് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആ ഒരു റേഞ്ചിൽ കിട്ടും. ഇപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്നത് 0.33 ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്തിട്ടിരിക്കുന്നത് 2.36 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5 ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല, 5ൽ താഴെയുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, പല രീതിയിൽ മാറി മാറി വരും. ഇപ്പോൾ 3 അടുത്ത തവണ ചിലപ്പോൾ 3.14 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ മാറി മാറിയുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്ത് ചെക്ക് ചെയ്യാം. റാൻഡം ഡോട്ട് നമുക്ക് ചോയ്സ് യൂസ് ചെയ്യാം. റാൻഡം ഡോട്ട് ചോയ്സ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇത് ആക്ച്വലി ലിസ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ L എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ ഞാൻ 1, 5, 7, -1, 47, 59 ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ആ ലിസ്റ്റ് ചൂസ് ചെയ്യാം. സോ ഇവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂസിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുകയാണ് ചെയ്യണം ചോയ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. സോ നമ്മളിവിടെ L എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ലിസ്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂസിനെ റാൻഡായിട്ട് ചൂസ് ചെയ്യും. ഒന്നെങ്കിൽ 59, അടുത്ത തവണ ചിലപ്പോൾ -1, അടുത്ത തവണ ചിലപ്പോൾ 5, അങ്ങനെ റാൻഡായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. സോ ഇത്തവണ 5 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസ് മാത്രമാണ് ചൂസ് ചെയ്യത്തുള്ളൂ. അടുത്ത തവണ 7 ആണ് കിട്ടിയിരിക്കുന്നത്, അടുത്ത തവണ 5 ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ റാൻഡായിട്ട് ആ ഒരു വാല്യൂസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോയ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തും ചെക്ക് ചെയ്യാം. A റാൻഡം ഡോട്ട് ഷഫിൾ. ആ ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് ഈ ലിസ്റ്റിനകത്തുള്ള വാല്യൂസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഷഫിൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നണ്ണായിരിക്കും കിട്ടുന്നത്. കാരണം ആ വേരിയബിളിനകത്തേക്ക് ഒന്നും സ്റ്റോർ ആവുന്നില്ല. അപ്പോൾ നമുക്ക് വേരിയബിൾ കൊടുക്കേണ്ട കാര്യമില്ല. സോ വേരിയബിൾ കൊടുക്കാതെ നമുക്ക് അതിനെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിവിടെ കിട്ടേണ്ട, ഇവിടെ നമ്മൾ ഷഫിൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഈ ലിസ്റ്റിനെ ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു Lനകത്തുള്ള വാല്യൂസിനെ ഷഫിൾ ചെയ്യും, റാൻഡായിട്ട് ഷഫിൾ ചെയ്യും. സോ ഷഫിൾ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് സേവ് ആവുന്ന Lന്റെ വേരിയബിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് പ്രിന്റ് ഫംഗ്ഷനകത്ത് ആ ഒരു L എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കാം. സോ ഇവിടെ നമ്മൾ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഓർഡർ അടുത്ത തവണ മാറിയിട്ടുണ്ടാവും. ഷഫിൾ ചെയ്തിട്ട് അടുത്ത ഓർഡറിലേക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നോക്കേണ്ടെങ്കിൽ ആദ്യം 59 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് കിടന്ന 59 ആദ്യം വന്നു. ദെൻ അടുത്ത തവണ 7 ആണ് വന്നിരിക്കുന്നത്. 7 ഇവിടെയാണ് കിടന്നത്. 0, 1, 2 ഇൻഡെക്സിലാണ് 7 കിടന്നത്. ദെൻ ആദ്യം കിടന്ന 1 ഇവിടുത്തെ 2 ഇൻഡെക്സിൽ. അങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ഓരോ തവണയും മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ അതിനാണ് നമ്മൾ ഷഫിൾ ഫംഗ്ഷൻ റാൻഡം മൊഡ്യൂളിൻ്റെ ഉള്ളിൽ ഷഫിൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് തന്നെ റാൻഡായിട്ട് ചേഞ്ച് ചെയ്യും. സോ അവിടെ നമുക്ക് വേറെ വേരിയബിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ വേരിയബിളിനകത്തുള്ള വാല്യൂസിനെ തന്നെയാണ് നമ്മളിവിടെ റാൻഡായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷഫിൾ ഫംഗ്ഷൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എഴുതുന്നു. അതുപോലെ ബാക്കിയുള്ള ഓരോ ഫംഗ്ഷൻസും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണമെന്നുള്ളത്. സോ പൈത്തണിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പല പല ഫംഗ്ഷൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ റാൻഡം ഡോട്ട് ഇവിടെ റാൻഡം ആ മൊഡ്യൂൾ നെയിം അടിച്ചു കൊടുക്കുക. ദെൻ ഡോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫംഗ്ഷൻ നെയിമുകൾ കാണാൻ പറ്റും. അതിനകത്ത് ഓരോന്ന് നിങ്ങൾ കൊടുത്തിട്ട് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സെക്ഷനായിട്ട് കാണാം. അടുത്ത ഒരു കോഡിംഗ് എക്സസൈസ്, ഈ റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കോഡിംഗ് എക്സസൈസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ രീതിയിലാണ് റാൻഡം ഫംഗ്ഷൻസും റാൻഡം മൊഡ്യൂൾസും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.